പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു 1200 ചിങ്ങം 2-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് 18-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ. നിങ്ങൾ ഇന്നലെ സമൃദ്ധിയോടുകൂടി ചിങ്ങമാസം 1-നെ എതിരേറ്റു എന്ന് ഞാൻ കരുതുന്നു. ധാരാളം പ്രത്യേകതകളുള്ള മാസമാകുന്നു ചിങ്ങമാസം. അഷ്ടമിരോഹിണി വരുന്നു, ശ്രീനാരായണ ഗുരു ജയന്തി വരുന്നു, ചട്ടമ്പിസ്വാമി ജയന്തി വരുന്നു, സഹോദരൻ അയ്യപ്പൻ്റെ ജയന്തി വരുന്നു. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:20-നും അസ്തമനം 6:41-നുമാകുന്നു. നാളെ ഞായറാഴ്ചയാകുന്നു, ഉത്രാടം നക്ഷത്രമാകുന്നു. രണ്ടും പവർഫുള്ളായ ആ സൂര്യൻ്റെ ശിവൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിക്കണം. അതിനു പുറമെ അതിശക്തമായി ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര ചെയ്ത് അല്ലെങ്കിൽ ശംഖാഭിഷേകം ചെയ്ത് രോഗമുള്ള വ്യക്തികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്ത് നാളത്തെ ദിനത്തെ നിങ്ങൾ ശുഭമാക്കുക. ചിങ്ങം 1-ൽ നിന്നും സൂര്യൻ സാവധാനത്തിൽ ബലവാനായി കയറി വരികയാണ്. ചിങ്ങം 20 വരെ സൂര്യന് മൂലക്ഷേത്ര ബലമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ ഒരു ചെറിയ പോരായ്മ, നാളത്തെ തിഥി ചതുർദശി തിഥിയാകുന്നു. അത് ഒഴിഞ്ഞ തിഥിയാകുന്നു, രിക്താതിഥി എന്ന് പറയും. ശുഭകാര്യങ്ങൾക്കൊന്നും നാം രിക്താതിഥി ഉപയോഗിക്കാറില്ല. നാളെ കാലത്ത് 10:15 വരെ ഉത്രാടം നക്ഷത്രമാകുന്നു. 10:15 കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിൻ്റെ തിരുവോണം വളരെ നല്ലതാണ്. നാളെ നിങ്ങൾക്ക് ഞായറാഴ്ച പല കാര്യങ്ങളിലും സന്ധ്യ സംഭാഷണങ്ങളൊക്കെ നടത്താം, യാത്ര ചെയ്യാം. സാമ്പത്തികമായ ഇടപെടലുകളിൽ ഈ ചതുർദശി രിക്താതിഥിയായതിനാൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നാളെ കാലത്ത് തന്നെ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ഇഷ്ടപ്പെട്ട കൂവളമാല ജലധാര ഒക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ നിങ്ങൾക്ക് ധന്യമാക്കാവുന്നതാണ്. ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക. അതിനു പുറമെ രോഗികളായ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മൃത്യുഞ്ജയ ഹോമം അവരുടെ പേരിൽ അനുഷ്ഠിക്കാവുന്നതാണ്. 10:15 മുതൽ തിരുവോണം നക്ഷത്രമാണ്. അത് വളരെയധികം ദേവിക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമാണ്. ദേവീക്ഷേത്ര ദർശനം വൈകിട്ട് വളരെയധികം ഗുണപരമായി വരുന്നതാണ്. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ നാളെ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്കും എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. നാളെ കാലത്തെ മുഹൂർത്തം 7:20 മുതൽ 10:10 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.